150 കിലോന് മുകളിൽ പൈനാപ്പിൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇത് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി പൈനാപ്പിൾ ജാം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അങ്ങനെ പൈനാപ്പിൾ കട്ടിങ്ങിന്റെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ പാകത്തിന് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൊത്തം നമുക്ക് ജ്യൂസ് അടിച്ചായിട്ട് ജ്യൂസാണ് നമ്മൾ യൂസ് ചെയ്തത്. കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈബർ പാർട്സ് കിട്ടും കേട്ടോ. ഫൈബറാണിത്. ഇത് നമ്മൾ കളയുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ജാമിൽ നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ പാത്രം വെച്ചു, പൾപ്പ് ഒഴിച്ചു, തീ കത്തിച്ചു. ഇനി ദേ നമുക്ക് ഇളക്കലിന്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പഞ്ചസാര ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പൾപ്പിന്റെ ഏകദേശം ഈക്വൽ എമൗണ്ട് ആണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കണേ. ഇനി നമ്മളെടുത്ത ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ജാം എടുത്ത് ഇതിന്റെ മുകളിൽ സ്പ്രെഡ് കഴിച്ചു നോക്കാം നമുക്കിനി. അടിപൊളി.